സാർ നമസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് യാത്രയായിരിക്കുന്നു. ട്രംപ് ഊഷ്മളമായ രീതിയിൽ തന്നെ നരേന്ദ്രമോദിയെ സ്വീകരിച്ചിരിക്കുന്നു, അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് ആളുകളെ നാടുകടത്തിയ വിഷയം, ഇല്ലീഗൽ മൈഗ്രൻസിനെ നാടുകടത്തിയ വിഷയമുണ്ട്, നയതന്ത്ര ബന്ധമുണ്ട്, ട്രംപും മോദിയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം. ട്രംപ് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് എത്രമാത്രം ഗുണകരമാകും വ്യാപാര മേഖലയിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന സുരക്ഷാ മേഖലയിൽ, അന്തർദേശീയ നയത്തിൻ്റെ കാര്യത്തിൽ, നയതന്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെ അത്ഭുതങ്ങളാണ് സംഭവിക്കുക എന്നത് ഉറ്റുനോക്കിയിരിക്കുകയാണ് എല്ലാ ആളുകളും. അങ്ങ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? എന്തൊക്കെയായിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? പാർത്ഥൻ നമസ്കാരം. നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണേണ്ടത്, ഒന്ന്, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധമാണ് നയതന്ത്ര രംഗത്തുള്ളത് എന്നതാണ്. രണ്ട്, പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ വ്യക്തിപരമായും ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ആദ്യത്തെ ടൈമിൽ ട്രംപ് വരുന്ന സമയം മുതൽ തന്നെ അതുണ്ട് എന്നതും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ വളരെ ശക്തമായ ബന്ധമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത്. ഇതിൽ തന്നെ നമ്മൾ കാണേണ്ടത്, പല ലോക നേതാക്കളും പങ്കെടുത്തതാണ് പ്രസിഡന്റ് ട്രംപിൻ്റെ രണ്ടാമത് പ്രസിഡന്റായിട്ട് അദ്ദേഹം ചുമതലയേൽക്കുന്ന ഒരു ഇനോഗ്രേഷൻ ചടങ്ങ്. അതിൽ ഫ്രണ്ട് റോ സീറ്റാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർക്ക് നൽകിയത് പോലും. അപ്പോൾ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സൗഹൃദം ഇന്ത്യയുമായി അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട് എന്നും അത് അദ്ദേഹത്തിൻ്റെ ഈ ടേമിലും തുടരാനായിട്ട് അദ്ദേഹം താല്പര്യപ്പെടുന്നു എന്നുമാണ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്, ട്രംപ് രണ്ടാമത് പ്രസിഡന്റായിട്ട് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ അദ്ദേഹം കാണുന്ന ലോക നേതാക്കളിൽ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നത്. അത് പിന്നീട് ഒരു സമയത്തേക്ക് മാറ്റിവെച്ചില്ല. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ വിദേശകാര്യ രംഗത്ത് നിന്നുള്ള ആൾക്കാർ തന്നെ പറയുന്നതനുസരിച്ച് ട്രംപിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയും ആ സമയത്ത് സന്ദർശിക്കാനായിട്ട് ക്ഷണിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ആ രീതിയിലത്തേക്കുള്ള ഒരു ക്ഷണം ഓഫർ ചെയ്യുകയും അത് പെട്ടെന്ന് സ്വീകരിക്കുകയും അവിടെ വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഒരുപക്ഷെ ചർച്ച ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിശ്ചയമായിട്ടും ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. കാരണം അത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവിടെ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിസ നടപടികൾ, പ്രത്യേകിച്ച് H-1B വിസകളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ അവിടെ ഉണ്ടായിരുന്നു. ട്രംപിനെ പിന്തുണയ്ക്കുന്ന വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കുറേയധികം ആൾക്കാർ ഇത്തരത്തിലുള്ള H-1B വിസകൾ കൊടുക്കുന്ന കാര്യത്തിൽ വലിയ നിയന്ത്രണം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യലി അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ ഏറ്റവും കൂടുതൽ പിന്തുണച്ച അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസർ തന്നെയായിട്ടുള്ള ഈലോൺ മസ്ക് അടക്കമുള്ള ആൾക്കാർ പറയുന്നത് ആ രീതിയിലല്ല ചെയ്യേണ്ടത്. കാരണം അമേരിക്കയ്ക്ക് മൊത്തത്തിൽ അവരുടെ എക്കോണമിക്കാണെങ്കിലും ടെക് ഇൻഡസ്ട്രിയിലാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിലേക്ക് വരുന്ന പുറത്തു നിന്നുള്ള ലീഗലായിട്ടുള്ള മൈഗ്രൻസ് ആണ്, പ്രത്യേകിച്ച് ടെക് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈലോൺ മസ്ക് പോലും ആ നിലയ്ക്ക് അമേരിക്കക്കാരനല്ല. അദ്ദേഹം പിന്നീട് അവിടെ വന്നു ചേർന്ന ആളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ തന്നെ 700-ലധികം H-1B വിസയാണ് കഴിഞ്ഞ വർഷം പ്രോസസ്സ് ചെയ്തത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അത്രത്തോളം ടാലൻറ്റ് ആവശ്യമുണ്ട്. ആ ടാലൻറ്റിനെ അവിടെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് റിലാക്സേഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതിലൊരു പക്ഷേ നമ്മുടെ രാജ്യത്തിന് മാതൃകയാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ഒരു ബയലാറ്ററൽ ഇമിഗ്രേഷൻ പോളിസി ഉണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏറ്റവും ടോപ്പ് തലത്തിൽ തന്നെ തീരുമാനിച്ചിട്ട് എങ്ങനെയാണ് ലീഗൽ മൈഗ്രൻസിനെ കൈകാര്യം ചെയ്യേണ്ടത്, ഇല്ലീഗൽ മൈഗ്രേഷൻ എങ്ങനെയാണ് നമ്മൾ തടയേണ്ടത്, അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തം എന്താണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് നേഷൻ ടു നേഷൻ എഗ്രിമെൻ്റ് ഉണ്ട്. ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിഫേർഡ് പാർട്ണർ എന്ന നിലയ്ക്ക് അവരുടെ ജനറൽ വിസ കണ്ടീഷനുകളിൽ ഒരു റിലാക്സേഷൻ, ഒരുപക്ഷെ H-1B വിസ ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിലുള്ള റിലാക്സേഷൻ, ഒപ്പം ഇങ്ങനെയുള്ള ബയലാറ്ററൽ ഇമിഗ്രേഷൻ പോളിസി എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നിശ്ചയമായും ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നതും അതിലൊരു ഘടകമാണ്. അവിടെ നമ്മുടെ അൺഒഫീഷ്യൽ കണക്കുകൾ അനുസരിച്ച് 7 ലക്ഷത്തിലധികം ഇല്ലീഗൽ മൈഗ്രൻസ് അവിടെ ഇന്ത്യക്കാരായിട്ട് അവിടെ ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ അവരെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഘട്ടം ഘട്ടമായിട്ടാണോ, ഇന്ത്യക്ക് കൂടി അവരെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ പരിഗണനാ വിഷയമാകാനുള്ള വലിയ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഒരു ഇഷ്യൂ മാത്രമേ ആകുന്നുള്ളൂ. ഞാൻ കരുതുന്നത് ഒരുപക്ഷെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ട്രംപ് അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത്, പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ട്രേഡ് കരാറുകൾ നോക്കുമ്പോൾ ഇന്ത്യ ഒരു ടാക്സ് കിങ് ആണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതായത് ഇന്ത്യ ചുമത്തുന്നത് ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടികളാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലത്തേക്കുള്ള ഒരു ട്രേഡ് ഡീലിലേക്ക് പോകാനായിട്ട് സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ത്യക്ക് ആവശ്യമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന താരിഫ് വരാനുള്ള സാധ്യത, ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ ട്രേഡിൽ ഈ രണ്ട് രാജ്യങ്ങളും തോന്നുന്ന രീതിയിലത്തേക്കുള്ള താരിഫ് ചുമത്താനുള്ള ഒരു സാധ്യത ഒഴിവാക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലൊരു പ്രോപ്പർലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ടു ഗവൺമെൻറ് ട്രേഡ് ഡീല് ഒരുപക്ഷെ നമ്മൾ വിഭാവനം ചെയ്യുന്ന രീതിയിലത്തേക്കില്ല. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആദ്യമായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം ഇതിന് താല്പര്യം പ്രകടിപ്പിക്കുകയും അതിൽ മുന്നേറുകയും ചെയ്തു. പക്ഷേ അത് പോളിസിയായി ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ടേം തീർന്നു. രണ്ടാമത് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ബൈഡൻ്റെ പരിഗണനയിൽ പോലും ഇന്ത്യയുമായിട്ടുള്ള ഈ രീതിയിലത്തേക്കുള്ള ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ അതിനെ റിവൈവ് ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്ത്യ നിലവിൽ തന്നെ ഈ ഒരു സന്ദർശനത്തിന് പ്രധാനമന്ത്രി പോകുന്നതിന് മുമ്പ് തന്നെ വളരെ അക്കോമഡേറ്റീവ് ആയിട്ടുള്ള കുറേ സ്റ്റെപ്പുകൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് താരിഫ് കൂടുതലാണ്, ഇന്ത്യ ഒരു താരിഫ് കിങ് ആണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് മോട്ടോർ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ താരിഫ് കുറയ്ക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ ഈ ഇല്ലീഗൽ മൈഗ്രൻസ് ഇങ്ങേക്ക് വരുന്ന സമയത്ത് നമ്മൾ എതിർത്ത് നിൽക്കാനായിട്ട് ശ്രമിച്ചില്ല. മറിച്ച് അത് അമേരിക്കയുടെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആൾക്കാരെ ഉൾക്കൊള്ളാനായിട്ടൊക്കെ തന്നെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇനിയും US-ൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട്, ട്രേഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും കടുത്ത നടപടികളിലേക്ക് പോകുന്നതിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നതിനും അതിനെ ഒഴിവാക്കുന്നതിനും ഇന്ത്യ ശ്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം ഡിഫൻസ് കോർപ്പറേഷനാണ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ മിസൈൽ ടെക്ക് ഒരുപക്ഷെ ലഭ്യമായിരിക്കുന്ന നോൺ ട്രീറ്റി അലൈ എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമാണ്. വളരെ ഗൗരവത്തോടു കൂടി അവർ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയത്തിൽ ഇന്ത്യയുമായി മാത്രമാണ് അവർ കുറേയൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നത്. അതിൽ തന്നെ സാധാരണഗതിയിലുള്ള ഒരു ഡിഫൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബയർ സെല്ലർ എഗ്രിമെൻ്റ് എന്നതിനപ്പുറത്തേക്ക് ജോയിൻ്റ് ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഇന്ത്യക്ക് ഫൈറ്റർ ജെറ്റുകളാണ്. നമ്മുടെ വ്യോമസേന എങ്ങനെയാണ് ഫൈറ്റർ ജെറ്റുകളുമായി ബന്ധപ്പെട്ട ആശങ്ക ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുള്ളത് എന്നും അതെങ്ങനെയാണ് അവർ പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയാം. കാരണം നമുക്ക് ആ വിഷയത്തിൽ കൂടുതലായിട്ടുള്ള മെഷീനുകളില്ല, നമുക്ക് ടെക്നോളജി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള ജോയിൻറ്റ് മാനുഫാക്ചറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ HAL ഉൾപ്പെടെയുള്ള പാർട്ട്നേഴ്സിനെ സഹകരിപ്പിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പറയുമ്പോൾ പോലും നമ്മൾ ഓർക്കേണ്ടത് HAL മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അവരുടെ ഇൻഡിജിനസ് ടെക്നോളജിയിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കുറേയധികം എതിർപ്പുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ GE പോലെയുള്ള മറ്റ് ആൾക്കാർ വരികയും ഒരു ടെക്നോളജി ട്രാൻസ്ഫറും അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് മാനുഫാക്ചറിങ്ങും ഒക്കെ ആയി വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺസ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രെഡറ്റർ ഡ്രോൺസ് എന്ന് പറയുന്നത് കുറവാണ്. ഏതാണ്ട് 2-3 ഡസനുകൾ അത്തരത്തിലുള്ള പ്രെഡേറ്റർ ഡ്രോണുകൾ നമുക്ക് ആവശ്യമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രപ്പോസലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് തരത്തിലുള്ള ഡീലാണ് നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ടെക്നോളജി നമ്മൾ കാര്യമായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിനാക്ക പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന് മെഷീനറി വേണ്ട എന്ന് വെച്ച് വാങ്ങുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സെല്ലിംഗ് കപ്പാസിറ്റി ആണെങ്കിലും നമ്മുടെ ബൈയിങ് കപ്പാസിറ്റി ആണെങ്കിലും നമ്മുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ആണെങ്കിലും അതുവഴി നമുക്കുണ്ടാകുന്ന പ്രോഫിറ്റ് ആണെങ്കിലും സുരക്ഷിതത്വമാണെങ്കിലും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു ഏരിയ ഞാൻ മനസ്സിലാക്കുന്നത് സുരക്ഷിതത്വമാണ്, ആഭ്യന്തര സുരക്ഷിതത്വമാണ്. അതുമായി ബന്ധപ്പെട്ട് തുളസി ഗബാർഡുമായിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു കൂടിക്കാഴ്ച ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ബയലാറ്ററൽ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കുക, കൗണ്ടർ ടെററിസം എങ്ങനെ നേരിടാം, സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തഹാവൂർ റാണ എന്ന ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ 2008 മുംബൈ കലാപവുമായി ബന്ധപ്പെട്ട് ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഈ ക്രിമിനലിനെ എക്സ്ട്രഡീറ്റ് ചെയ്യുന്നതിനുള്ള നടപടി ഉൾപ്പെടെ ഇന്ത്യ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്തിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ. ഇനി എനർജി സെക്ടർ, ഒരുപക്ഷെ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കുറച്ചുകൂടി റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു പോളിസി ഉണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരുപക്ഷെ ഓൾ ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു മാർഗ്ഗമൊക്കെ ആയിരുന്നു കുറേയധികം കാര്യങ്ങളിൽ, വാഹനത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ അതേപോലെ പവർ കൺസംഷൻ, എനർജി കൺസംഷൻ, റിന്യൂവബിൾ സോഴ്സസ് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ തന്നെയുള്ള ഒരു വ്യതിയാനം ഒരുപക്ഷെ ഇപ്പോഴുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ഫ്യൂവലുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓൾ ഇലക്ട്രിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒള്ളി ഇലക്ട്രിക് എന്ന് പറയുന്ന മാർഗത്തിലേക്ക് പോകുന്നതിൽ നിന്ന് ഒരുപക്ഷെ ഒരു ഡീവിയേഷൻ അമേരിക്ക എടുക്കാനായിട്ടുള്ള ഒരു സാധ്യത പോലും ഇപ്പോഴുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഓയിലുമായി ബന്ധപ്പെട്ട അവരുടെ ട്രേഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാകുന്ന സമയത്താണ്
റഷ്യയുടെ ഫ്യൂവലിന് വില കുറയുന്ന സമയത്ത് നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതലായിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങാനായിട്ട് പോയത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മുടെ രാജ്യത്തിനെ താല്പര്യത്തിനെ മുൻനിർത്തിയിട്ടാണ് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ വിമർശനത്തിനെ പോലും മറികടന്നുകൊണ്ട് നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ അമേരിക്കയിൽ നിന്ന് ഓയിൽ വാങ്ങി തുടങ്ങിയിട്ടുമുണ്ട്. ഇനി ഒരു പക്ഷേ കൂടുതലായിട്ട് നാച്ചുറൽ ഗ്യാസ് പോലെയുള്ള കാര്യങ്ങൾ വാങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെ ട്രേഡിൻ്റെ തീർച്ചയായും. കാര്യത്തിലാണെങ്കിൽ പോലും ഫ്യൂവലിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലുമുള്ള പുതിയ ഡീലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ എത്രത്തോളം കാര്യങ്ങളാണ് വരിക എന്നതിനെക്കുറിച്ച് അവസാനം ഒരുപക്ഷെ ഒരു ജോയിൻറ്റ് പ്രസ് റിലീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്താണ് ഇത് എത്രത്തോളം മെറ്റീരിയലൈസ് ചെയ്തിട്ടുണ്ട് എന്നും ഏത് ഡയറക്ഷനിലേക്കാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇനി തുടർന്ന് പോവുക എന്നതിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കാനിരിക്കുന്നത്. തീർച്ചയായും. എന്തായാലും നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്ത്യക്ക് എത്രമാത്രം അനുകൂലമായിരിക്കും അത്, ഈ വ്യാപാര ബന്ധമൊക്കെ എത്രത്തോളം മനോഹരമാകും, സുന്ദരമാകുമെന്നൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്തായാലും അത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. നന്ദി പാർഥൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.